ഇന്നുള്ള സമ്പന്നന്മാരിൽ 90% ജന്മനാ സമ്പന്നന്മാരല്ല, നമ്മളെപ്പോലെ സാധാരണക്കാരനായിരുന്നു. ഇതിന് നമുക്ക് ചുറ്റും നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഷാരൂഖ് ഖാനെ പോലുള്ള സിനിമാ താരങ്ങൾ, ക്രിസ്ത്യാനോയെയും ധോണിയെയും പോലുള്ള സ്പോർട്സ് താരങ്ങൾ, അംബാനിയെയും ഹാർവാർഡിനെയും പോലുള്ള ബിസിനസ്സുകാർ. പക്ഷേ ഇവരെല്ലാം സമ്പന്നതയിലേക്ക് എത്തിച്ചത് അവർ അറിഞ്ഞോ അറിയാതെ ഉപയോഗിച്ച സമ്പന്നരുടേതായ ഹാബിറ്റ്സ് ആയിരുന്നു. സമ്പന്നരുടെ ഈ ശീലങ്ങൾ സ്ഥിരമായി ചെയ്തപ്പോൾ അവരും സമ്പന്നതയിലേക്ക് കടന്നു. അപ്പൊ നമ്മളും സമ്പന്നരാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ ആദ്യപടി നമ്മുടെ ഹാബിറ്റ് സമ്പന്നരുടെ ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ എല്ലാ സമ്പന്നന്മാരും രാവിലെ നേരത്തെ എഴുന്നേക്കും എന്നുള്ളതായിരുന്നു. ബിൽ ഗേറ്റ്സ് ആണെങ്കിലും വാറൻ ബഫറ്റ് ആണെങ്കിലും ജെഫ് ബസൂസ് ആണെങ്കിലും ഇവരെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. അതുപോലെ സമ്പന്നർ അവരുടെ ദിവസത്തിൽ എല്ലാ ദിവസവും ലേണിങ്ങിന് വേണ്ടി പഠിക്കാനായി സമയം മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ സമ്പന്നരുടെ ഏറ്റവും വലിയ ആയുധം ശാന്തമായ അവരുടെ മനസ്സാണ്. അതിനുവേണ്ടി അവർ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സമ്പന്നർ കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകത, അവരെല്ലാം ഫോക്കസ്ഡ് ആണ്. അവർ ദിവസവും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാനായി സമയം മാറ്റിവെക്കുന്നുണ്ട്. അവർക്കെല്ലാം കൃത്യമായ ഗോളുള്ളവരും അവർ അതിനുവേണ്ടി ദിവസവും വിഷ്വലൈസ് ചെയ്യുന്നവരുമാണ്. സമ്പന്നർ അവർക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ കാര്യത്തിന് പോലും നന്ദിയുള്ളവരാണ്. അവർ എല്ലായ്പ്പോഴും അവർക്ക് ആവശ്യമില്ലാത്ത അവരുടെ ലക്ഷ്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളോടെല്ലാം നോ പറയുന്നവരാണ്. അവരെല്ലാം ദിവസവും ശരീരത്തെ സ്ട്രോങ് ആക്കാനായി എക്സസൈസ് ചെയ്യുന്നവരാണ്. എപ്പോഴും അവരുടെ അതേ ചിന്താഗതിയിലുള്ള ഹൈ ക്വാളിറ്റി ആളുകളായി സമയം ചെലവഴിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്കറിയാം അവർ നിരന്തരം ഇടപഴകുന്ന 5 ആളുകളുടെ ശരാശരിയാണ് അവരെന്ന്. സമ്പന്നരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൺസിസ്റ്റൻസിയും ഇംപ്ലിമെന്റേഷനും. അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻസിയോടെ അവർ ചെയ്യുന്നവരാണ്. നിങ്ങളും ഒരു സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൽ ഒരു ഹാബിറ്റെങ്കിലും നാളെ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഹാപ്പിനെസ്സിനൊപ്പം നിങ്ങൾ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വെൽത്ത് എന്നൊന്ന് കമന്റ് ചെയ്യും.